കുറേ ക്രാഫ്റ്റും ഒക്കെ ചെയ്ത് കുറേ ആകൃതി പെയിൻറ്റും ഒക്കെ അടിച്ച് ഇങ്ങനെ നടന്നാൽ മതിയോ? എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് ഞങ്ങളിങ്ങനെ ഒരു അടുക്കള ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസിനെ പറ്റി ഓർമ്മ വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഫ്രിഡ്ജിൽ നോക്കി ഉരുളക്കിഴങ്ങെല്ലാം ഒരുമാതിരി ചൊളിഞ്ഞ് കിടക്കുന്നു. പിന്നെ ഞങ്ങളൊരു ഉടുപ്പ് ഇട്ടൊരു ബാഗ് ഇട്ടിട്ട് എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് അല്ല ഉരുളക്കിഴങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. അപ്പം പോയത് താഴത്തെ ഒരു വഴിയുണ്ട്, വീടിൻ്റെ താഴെ വശത്തൂടെ ഉള്ള വഴിയാണേ. അപ്പോൾ അത് കുറച്ച് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഇച്ചിരി കാടൊക്കെ പിടിച്ച് കിടക്കണ വഴിയാണ്. റോഡിൽ കൂടെ പോകാൻ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ വഴിയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഞാനും പണ്ട് ഇവിടെയൊക്കെയാണ് ഞങ്ങൾ മീൻപിടുത്തം, പിന്നെ ആമയെപ്പിടുത്തം, ബാക്കി കളികളും കാര്യങ്ങളും ഒക്കെ നടത്തിയത് ഇവിടെ ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വഴിയൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ പുള്ളിക്കാരത്തേനെ ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ നമ്മുടെ അയൽവാസികളാണ് ഇവരെല്ലാവരും. അപ്പം അങ്ങനെ പോയി ഞങ്ങൾ കുറച്ച് ഉരുളക്കിഴങ്ങ് മേടിച്ച ഒരു കഥയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ കല്ലടയാറിൻ്റെ തീരത്തൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊരു പടവിൽ കുറേ താറാവിനെയൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ഇടിയക്കടവ് പാലമാണ്. ഇടിയക്കടവ് പാലത്തിൻ്റെ അടിവശത്തൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ ജന്തുക്കൾ വരെ. എനിക്ക് ഭയങ്കര പേടിയാട്ടോ പട്ടീനെ. ഒരു പട്ടി പോയി, ഇതേണ്ട ഇപ്പോൾ അടുത്തത് പുറവേ വരുന്നുണ്ട്, എന്താവോ എന്തോ. ഇവിടെ ആണെങ്കിൽ പേപ്പട്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി പേടിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇതാണ് വിശ്വവിഖ്യാതമായ ഇടിയക്കടവ് പാലം. മൺട്രോത്തുരുത്തിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ കിട്ടി. കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ മേടിച്ച് ഇനി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടോ ഞങ്ങൾ പോത്തിനെയൊക്കെ കണ്ടു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ പോത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നതൊക്കെ കണ്ടു. എന്തായാലും വീട്ടിലെത്തി. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പുറത്തെ ചെളിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിക്കളയണം, നല്ല വൃത്തിക്ക് ചെത്തിക്കളയണം. എന്നിട്ട് അതിനുശേഷം ഒന്നും കൂടി അതെല്ലാം കഴുകിയെടുക്കണം. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഈ ഉരുളക്കിഴങ്ങിനെ നീളത്തിൽ സ്ട്രിപ്സായിട്ട് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഏകദേശം എല്ലാം ഒരേ അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇത് സോക്ക് ചെയ്ത് വെച്ചാൽ ഇതിനകത്തുള്ള കംപ്ലീറ്റ് സ്റ്റാർച്ച് അങ്ങ് പോയി കിട്ടും. സ്റ്റാർച്ച് ഇരുന്നാൽ ഈ ഉരുളക്കിഴങ്ങ് പിന്നെ അങ്ങോട്ട് വലിയ സുഖം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് അരമണിക്കൂറൊക്കെ ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാനൊന്നും ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വെള്ളം ചൂടാക്കി അതിനകത്ത് കുറച്ച് നേരം ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യണേ. ഒത്തിരി അങ്ങോട്ട് വേവിക്കരുത്, ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറച്ച് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഫ്ലെക്സിബിളാണ് ആ ഒരു പരുവം. പിന്നെ ഈ വെള്ളം ഒത്തിരി അങ്ങ് ചൂടാവി തിളപ്പിക്കുകയൊന്നും വേണ്ട, ചെറിയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് ഈ ഉരുളക്കിഴങ്ങൊന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിനെ ഈ ഉരുളക്കിഴങ്ങിനെ എല്ലാം കൂടി ഒരു തണുത്ത വെള്ളത്തിലേക്ക്, ഇപ്പം ഫ്രിഡ്ജിൽ നിന്നുള്ള തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും മതി, അതിലേക്ക് ഇട്ട് ഇതിനെ ഒന്ന് പെട്ടെന്ന് കൂളാക്കി എടുക്കണം. ഇതൊക്കെ കണ്ടിട്ട് എന്ത് തേങ്ങയാണ് ഈ ചെയ്യുന്നതെന്ന് അറിയാതിരിക്കുന്ന ഒരാളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങെല്ലാം കൂടി ഒരു ഓട്ടയുള്ള പാത്രത്തിലിട്ടാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോയി നല്ല സെറ്റായിട്ട് കിട്ടും, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതാണ് ഇനി അടുത്ത പരിപാടി. വെള്ളമൊക്കെ നന്നായിട്ട് തോർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ഉരുളക്കിഴങ്ങ് ഇരിക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് നല്ല ഫ്രഞ്ച് ഫ്രൈസ് വരുവേ. അപ്പോൾ അതുകൊണ്ടൊരു കോട്ടൺ തുണിക്കകത്ത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നൂത്തിയിട്ടിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക മീൻസ് ജസ്റ്റ് അതിനകത്ത് നനവൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ ഒപ്പിയെടുത്താൽ മതി. അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങ് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. സോ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്പുകളൊക്കെ ശരിക്കും പറയാൻ നിങ്ങൾക്ക് സ്റ്റെപ്പിനൊക്കെ ഓൾട്ടർനേറ്റീവ് സാധനങ്ങൾ വെക്കാം. അപ്പോൾ ഉള്ള ഒരു കാര്യം, ആദ്യം ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് മൊത്തം റിമൂവ് ചെയ്യുക. പിന്നെ ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്ന. ഇത് ഒക്കെ ഒരു കോട്ടൺ തുണിക്കകത്തിട്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിനകത്ത് കുറച്ച് കോൺഫ്ലവറും കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി വെച്ചിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് അതിനകത്തൊന്ന് പുരട്ടിയെടുക്കാം. കോൺഫ്ലവർ കുറച്ചിട്ടാൽ മതി, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ അളവിനങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചല്ല, അതെല്ലായിടത്തും ഭാഗത്തും പറ്റിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി, ഒത്തിരി ഒന്നും വെക്കണ്ട. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം.
ഞാൻ വറുത്ത് കോരാനായിട്ട് ഉള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തു. ഒരു കൊച്ചു പാത്രം എടുത്തേക്കണേ, അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. ഏതെണ്ണ വേണമെങ്കിലേക്ക് വാരി ഒഴിക്കാം. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തണുത്ത സാധനമാണല്ലോ എടുത്തിടുന്നത്, അപ്പം കുറച്ച് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എണ്ണ നല്ല ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വരാം. എന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം കൂടി ഒന്ന് പറക്കിയിടരുത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഇച്ചിരി കുറച്ചിട്ട് ഈ സാധനമൊക്കെ ഇടുക. അതിന് ശേഷം നല്ല ഫ്ലെയിമിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണയും തീയും ഒക്കെ കളിയായതുകൊണ്ട് സൂക്ഷിച്ചിടണം. ഇപ്പം ഞാൻ ഡയറക്റ്റ് അതിലേക്ക് ഇട്ടേക്കുന്നത്, അങ്ങനെ ഇടരുത് കേട്ടോ. ഞാൻ ആദ്യം ചെയ്തപ്പോൾ അങ്ങനെ ഇട്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്തപ്പം ആ ഒരു എന്നാ പറയണേ, തവിയല്ലല്ലോ കണ്ണാപ്പ എന്നെന്തോ പറയണേ. ഓക്കെ, അപ്പോൾ ആ സാധനത്തിൽ ജസ്റ്റ് കോരിയിട്ട് ഞാൻ അതിനകത്തേക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കുക. പിന്നെ ചെയ്തപ്പോൾ ചെയ്തത് കേട്ടോ. ഇങ്ങനെ എടുത്തിടരുത്, അന്നേരം എണ്ണ തെറിച്ച് നമ്മുടെ മേത്തൊക്കെ വീഴാനായിട്ട് ഒരു ചെറിയ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല, എണ്ണ തെറിച്ച് അവിടെ ഇവിടെയൊക്കെ ആവും, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ. സോ ആ ഒരു കണ്ണാപ്പയ്ക്കകത്ത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ തമ്മിലൊട്ടുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല. അഥവാ അങ്ങനെ ഒട്ടിയാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എണ്ണ കിടന്ന് തന്നെ ഓരോരോ പീസായിട്ട് മാറും. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ആ വെള്ള കളറൊക്കെ മാറി ഒരു ചെറിയ മഞ്ഞ അങ്ങനെ ഒരു മഞ്ഞ ഓടി വരുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാവരും ഓടിപ്പോയിട്ട് വൈകുന്നേരത്തെ ചായയ്ക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിക്കേ. പിന്നെ വല്ലതും ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഒരു ചായ ആയിട്ടിരുന്ന് അതങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സാറേ പൊളിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും പാക്കലാം ഓൺ ടെയിൽസ് ഓഫ് ക്യൂപ്പി.